രാമായണ പാരായണം 11-ാം ദിവസം. ഓം ഗം ഗണപതയേ നമ. ആരണ്യകാണ്ഡം. ബാലികേ ശുഗകുലമൗലിമാലികേ ഗുണശാലിനീ ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനീരദ നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാർ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി വാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ, രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമനദ്വയൻ അനേകനവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യുഷസിദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. പുണ്ടരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം.
നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം. അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ വർണ്ണശാല പൊക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ, നിന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു തെണ്ണം മന്നവ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാം എന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരന്മാരോടു, നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകം പുക്കാർ. ചില്ലീചംകാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണമാതപഹീനം ഘോരരാക്ഷസകുലേ സേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാംബരിഷകൾ. വില്ലിന് നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥ ആകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം. പിന്നിട്ടാനുടനൊരു യോജന വഴി അപ്പോൾ മുന്നിലമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജരക്തോൽപല പുല്ലപുഷ്പേന്ദീവരശോഭിതം അച്ഛജലം. തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നിതു
വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധുതവൃക്ഷം കരാളോജ്വലദംഷ്ടാന്യുത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം മാമസസ്ഥല ന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ട് ഉച്ചത്തിലലറി വന്നിടിനാനതു നേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടു നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നു കൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയായികേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠൂരതരം അവൻ നെട്ടാശ പൊട്ടും വണ്ണമട്ടാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം. ചാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താനിക്ഷ്വാകു കുലനാഥൻ മന്ദഹാസാനന്തരം. രാമൻ എന്നെനിക്കു പേരെന്നുടെ പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമമിവനും മത്സഹോദരൻ പൊക്കിതു വനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ. ശക്തനാം വിരാതനെന്നെ നീ കേട്ടിട്ടില്ലേ, ഈ ത്രിലോകത്തിൽ എന്നെ അറിയാതെ ആരുള്ളതെത്രയും മൂടൻ ഭാനെന്നിഹ ധരിച്ചേൻ ഞാൻ. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലാകിലെനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിടുവൻ ഭവാന്മാരാൽ.
ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താൻ അതുനേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തം തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭ കാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം കൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണം ഇന്ദീവരദളശ്യാമളം ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിന്നഹമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥനങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷനോ ദുഷ്കൃതമകന്നു
മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളിൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവബുദ്ധ്യാ ചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്കു തന്നിടിനേൻ ആദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവു മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം. ജഗന്നാഥം ശ്രീരാമം ദൂർവാദള ശ്യാമള അംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപാദം പ്രാപിച്ചിടിനാൻ. തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. ആകേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാ തനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം ഭ്രത്രാരി മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലനാഥനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീ ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർക്കളോട് ആഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പനഗോത്തമ തൽപേ
പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിവർണശാലകൾ കണ്ട. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലം എന്തോ നിത്രയുണ്ടാവാൻ. അഹോ, തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര, നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി യദ്ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസ കുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സംസർഗമാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം. അക്കാലം കാണായി വന്നു. സുതീക്ഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുലശിഷ്യസഞ്ജയപൂർണം സർവർത്തുഗുണഗണസമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയം അത്യത്ഭുതം. സർവപാദവലതാ ഗുൽമസംകുലസ്ഥലം സർവസൽപക്ഷി മൃഗഭുജംഗനിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടുമാഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യശിശുയോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടെങ്ങു പോന്നു സംപൂജിച്ചരുളിനാനർഘ്യ പാദ്യാദികളാൽ ഭക്തി പൂണ്ട ശ്രുജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖവന്ദ്യമാം പാദമല്ലോ നിൻമഹാമായാർണവം
കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വദ്ഭക്തഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥാനിലായാന്തകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിൻ തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ത്രാപുൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളം ആദികശ്മലമതിങ്കലുമുള്ളാസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപ രതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാനതൽപരൻ ഭവാൻ ദേവപാദവങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവവിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ. അദൈവ ഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽത്തപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മായാവിഡംബനരചിതം മാനുഷ്യകം മന്മഥകോടികോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം. സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതപാദപങ്കജം നീലനീരതകളേവരം കോമളമതിശാന്തം അനന്തഗുണം അഭിരാമ ആത്മാരാമമാനന്ദ സമ്പൂർണ അമൃതം. പ്രത്യക്ഷമദ്യ മമ നേത്ര ഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മറ്റിടും ഭക്ത്യാ നാമം ഉച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേ ഇല്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു. നിത്യവും
ഉപാസന ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ച മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. തപസോത്തമ ഭവാനെന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹമെത്രയുണ്ടടുത്തതു അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷ്ണനും. അസ്തുതേ ഭദ്രം അതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ. വട്ടമെന്നേ വസിക്കേണം ഇന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ. പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ. ജവം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനും വന്യഭോജനം ചെയ്തന്നവരെല്ലാവരും അന്യോന്യസല്ലാപവും ചെയ്തിരുന്നോരു ശേഷം. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവർത്തുഫലകുസുമാഢ്യ പാദവലതാ സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം. കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം. മുനിനന്ദന വേദധ്വനിമണ്ഡിതം അനുപമം. ബ്രഹ്മർഷിപ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിരനികരങ്ങൾ സംഖ്യയില്ലാതോളം ഉണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളും ഉണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിപ്പോൾ വേഗേന ചെന്നു ഭവാനഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോ ഒരെന്നങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണൻ
മഹാപ്രാസാദമിത്യുക്ത സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമ ഭക്തസഞ്ജയവ്രതം രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദം അഗസ്ത്യം ആത്മാരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനതവക്ത്രത്തോടുമാരാൾ വീണുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായി ഇപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദേ നിന്തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ, പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. ഇത്യുക്ത്വാ സരഭസമുദ്ധായ മുനിപ്രവരോത്തമന്മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനിസത്തമരോടും നിജശിഷ്യസഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ഠ്യാ ചിരമദ്ദൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലം അത്രയല്ല മത്തപസാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡനമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാത സ്രവന്നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മന മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യാർഘ്യാസന മധുപർക്ക മുഖ്യങ്ങളും ആവാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനന്നേകാന്തേ ചൊല്ലിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാൻ ഇരുന്നിതു നൂനം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാനന സകലേശ്വര ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദസ്വരൂപനാം
നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കും മുന്നമേകാന ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ. തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം മാവാവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും. താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായതെന്ന് കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘ പൂർണമായുണ്ടായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ. ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ. ലോകേശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. നിർവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ. ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ. വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തനിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സാമന്മാരായി
പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ, അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായി ഉള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ, ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം, കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതത്പരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമതമ സാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകഥാ ശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാ ശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതോ മന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ
ഉപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുകന്നുടനനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാരം അഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം. രാമായണ പാരായണം 11-ാം ദിവസം സമാപ്തം.